ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇതൊരു 3 മില്യൺ വ്യൂസ് ഉള്ള ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ളത്. നല്ല റിസൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എവിടെയൊക്കെ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നോ അവിടെയൊക്കെ സ്കിൻ ബ്രൈറ്റൻ ആകുമെന്നാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതും പെർമനൻ്റ് ആയിട്ട് ബ്രൈറ്റൻ ആകുമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു, 3 മില്യൺ വ്യൂസും ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വൈറൽ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് 2 ടീസ്പൂൺ എടുക്കുക. ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. പച്ചരിയും 2 ടീസ്പൂൺ എടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവ് മാറി മാറി പോകരുത്. ഇത് സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആ വീഡിയോയിൽ. അതേപോലെ തന്നെ നമ്മൾ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഉഴുന്നും 2 ടീസ്പൂൺ പച്ചരി എടുത്തിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ തരിയൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് അരിച്ചെടുത്താൽ തരിയൊന്നും ഇല്ലാണ്ട് കിട്ടും. അതേപോലെ പൊടിച്ചെടുക്കാം, എന്നിട്ട് അരിച്ചെടുത്താൽ മതി. എന്നിട്ട് 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടാനാണ് പറയുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ ഗോതമ്പ് പൊടി ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ് കേട്ടോ. തൈര് 1 ടീസ്പൂൺ വരെ ഇടാം. ഇത് മിക്സ് ചെയ്യണമല്ലോ, അപ്പോൾ മിക്സ് ചെയ്യാൻ പാകത്തിന് കുറച്ച് തൈര് ഇടാം, അതിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാലാണ്. പാലും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ ഗോതമ്പ് പൊടി ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കട്ടയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കട്ടയാവുകയാണെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ എടുക്കണമെന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം ക്രീമി ആയിട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്കിനി മുഖത്ത് അപ്ലൈ ചെയ്യാം. എൻ്റെ മുഖം ഒരു സൈഡിൽ മാത്രമേ ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ, എന്നാലാണ് എത്രത്തോളം ഡിഫറൻസ് ഉണ്ടെന്ന് അറിയണമല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു സൈഡ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ എൻ്റെ മുഖം നോക്കി വെച്ചോട്ടോ. അപ്പോൾ ഇടാൻ നേരത്ത് ഒന്ന് മസാജൊക്കെ ചെയ്ത് ഇടണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ കഴുകി കളയുമ്പോഴും നല്ലോണം മസാജ് ചെയ്യണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നല്ലോണം ഇട്ട് കൊടുക്കാം. നല്ല കട്ടിക്ക് തന്നെ ഇടണം കേട്ടോ. അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത് കേട്ടോ. ഒരു സെമി ഡ്രൈ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കഴുകി കളയാവുന്നതാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി. കണ്ടില്ലേ, എൻ്റെ അതേ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം നനച്ചിട്ട് നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ. എൻ്റെ ഒരു 20-25 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ നല്ലോണം തന്നെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം നനച്ചിട്ടും മുഖത്തുനിന്ന് പോകുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ നല്ലോണം മസാജ് ചെയ്ത് വെള്ളം നനച്ചിട്ടാണ് നല്ലോണം കഴുകി കളയുന്നത്. അപ്പോൾ നിങ്ങൾ മസാജ് ചെയ്യാൻ നേരത്ത് ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് മസാജ് ചെയ്യരുത്. പതിയെ വെള്ളം നനച്ച് നല്ലോണം പതിയെ മസാജ് ചെയ്തിട്ട് കഴുകി കളയാട്ടോ. അപ്പോൾ ഫേസ് പാക്ക് കളഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇടാത്ത സൈഡ് ഭയങ്കര ഡള്ളായിട്ടും ഇട്ട സൈഡ് നല്ല ബ്രൈറ്റൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അത് മുഖത്തുനിന്ന് ആ ഫേസ് പാക്ക് കളഞ്ഞപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണുന്നേക്കാൻ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് തോന്നൂല. അപ്പോൾ ഞാൻ അമ്മേനോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു എന്താണ് മാറ്റം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം എനിക്കും തോന്നി നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ എന്തായാലും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ആ വീഡിയോയിലുള്ള പോലെ അത്രയും ബ്രൈറ്റ്നസ് ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് തോന്നിയിട്ടോ എനിക്ക്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടും. അപ്പം എൻ്റെ നെറ്റിയുടെ ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇട്ട സൈഡ് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്, പിന്നെ ഇടാത്ത സൈഡ് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഒരു ഫേസ് പാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം പെർമനൻ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്താൽ മതി. പിന്നെ ആ വീഡിയോയിൽ കാണിച്ച അത്രയും ഈ റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അതർവൈസ് നല്ല ഒരു ഫേസ് പാക്കാണ്. പിന്നെ അത്യാവശ്യം നല്ല ബ്രൈറ്റനും ആവുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോ ആയിട്ടും പിന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.